നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയെ മനസ്സിലോർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. നമുക്ക് ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഹെയറോഫൻ്റ് ആണ്. Ten of Cups, Knight of Wands, Six of Pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡ് 10 ഓഫ് കപ്സ് കാർഡാണ്. ഇത് ഈ റീഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡാണ്. ഇത് സന്തോഷം, കുടുംബം, ദീർഘകാലത്തെ സ്നേഹം എന്നിവയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷകരമായ ഒരു ഒത്തുചേരൽ ഈ ബന്ധത്തിൽ ഉണ്ടാകുമെന്നാണ് ഇത് കാണിക്കുന്നത്. പ്രണയം അവസാനിച്ചിട്ടില്ല എന്ന് ഇത് ഉറപ്പിച്ചു പറയുന്നു. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ പെട്ടെന്നുള്ള ഒരു പോസിറ്റീവായ നീക്കം പ്രതീക്ഷിക്കാമെന്നാണ്. നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ആവേശവും താല്പര്യവും പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നമുക്കിവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ഹെയറോഫൻ്റ് ആണ്. ഇത് പരമ്പരാഗതമായ ബന്ധങ്ങൾ, വിവാഹം, പ്രതിബദ്ധത എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിന് ഒരു ദൈവികമായ സംരക്ഷണമുണ്ടെന്നും ഇത് വെറും ഒരു താൽക്കാലിക പ്രണയമല്ല, മറിച്ച് ദീർഘകാലം നിലനിൽക്കേണ്ട ഒന്നാണെന്നും യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രണയം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ചില തടസ്സങ്ങളോ അകൽച്ചയോ ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സ് നൽകുന്ന സൂചന അനുസരിച്ച് ഈ ബന്ധം കൂടുതൽ ശക്തമായി തിരികെ വരികയും അത് വിവാഹം അല്ലെങ്കിൽ ദീർഘകാലത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രത്യാശയോടെ കാത്തിരിക്കുക. ഈ പ്രണയം അവസാനിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന വ്യക്തമായ സൂചന. നമുക്കിവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡും കിട്ടിയിട്ടുണ്ട്. ഈ കാർഡ് തുല്യതയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും കാർഡാണ്. ബന്ധത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥകൾ മാറി രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി തുല്യമായി സ്നേഹം പങ്കുവെക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു എന്ന് ഈ കാർഡ് ഉറപ്പു നൽകുന്നു. നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് തിരികെ കിട്ടും. ഇതാണ് കാർഡുകൾ വഴി യൂണിവേഴ്സ് നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യൂണിവേഴ്സിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.